കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത് സഭ എന്ന് പറയുന്നത് ഒരു യവന സഭയാണ്. അപ്പോസ്തലൻ പൗലോസ്, ശീലാസും തീമോഥെയോസെല്ലാം കുറെ കാലം കൊരിന്തിൽ താമസിച്ച് ദൈവത്തിന്റെ യേശുവിന്റെ വചനം അറിയിച്ച് അവിടെ ഒരു സഭ സ്ഥാപിച്ചു വന്ന ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 18 and 19 അപ്പോസ്തലരുടെ പുസ്തകം 18-19 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ആ സഭയുടെ സ്വഭാവം നോക്കിയാൽ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായും എല്ലാം വളരെ ഉന്നതമായ നിലയിലുള്ള സഭയായിരുന്നു അത്. കാരണം കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത് ഏറ്റവും സമ്പന്നമായ ഒരു പട്ടണമാണ്. ഗ്രീക്ക് രാജ്യത്തിന്റെ ഏറ്റവും തലസ്ഥാനമായി ഒരു കാലത്തിൽ ശോഭിച്ചിരുന്ന പട്ടണം കൂടെയാണ് കൊരിന്ത്. നല്ല കച്ചവട കേന്ദ്രമായിരുന്നു. സാമ്പത്തികമായി വളരെ ഉന്നതമായ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് സഭയിലും ചില പ്രശ്നങ്ങളുണ്ടായി. പൗരസഭയിൽ സ്ഥാപിച്ച സഭകളിൽ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു സഭ കൊരിന്ത് സഭയാണ്. കൊരിന്ത്യരുടെ ലേഖനം ഒന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രധാന പ്രശ്നത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കക്ഷി പിരിവിനെ കുറിച്ചാണ്. സഭ വളരെ കുറഞ്ഞേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ അവിടെ കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇന്ത്യക്കാർക്കൊരു പ്രശ്നമല്ല. ഇന്നലെ തന്നെ നമുക്ക് അതേ മനസ്സിലായി കാണാം. വോട്ടെല്ലാം റിസൾട്ട് വന്നപ്പോൾ തന്നെ ഞാൻ കുറെ സമയം ജീവിതത്തിലുണ്ടായിരുന്നു. എത്ര കക്ഷികളുണ്ടെന്ന് ഒരു പിടിയില്ല. കൊരിന്ത് സഭയിൽ അതുപോലെ ആദ്യം ചെറിയൊരു സഭയായി വളർന്ന കൊരിന്ത് സഭയിൽ ചില കക്ഷികൾ ഉണ്ടായിരുന്നു. എന്താണ്? ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കർത്താവിന്റെ യേശുവിന്റെ പക്ഷക്കാരൻ എന്നെല്ലാം പക്ഷിപിടുത്തവും ആ സഭയിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എങ്കിലും അത് സഭയുടെ വളർച്ചയെ ബാധിച്ചില്ല. കാരണം സഭ കർത്താവിന്റെ ശരീരം. മാർട്ടിൻ ലൂഥർ സഭയെ കുറിച്ച് നിർവചിക്കുമ്പോൾ നമ്മുടെ യൂറോപ്യൻ കൺഫ്യൂഷനുകളിൽ ഒന്നാം സ്ഥാനത്തായിട്ട് നിർത്തുകയും പഠിപ്പിക്കുകയും വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നത് 1530 ഫിലിപ്പ് മെരാൻഡന്റെ എഴുതിയ ഡോക്ടർ മാർട്ടിൻ ലൂഥറിന്റെ ഉപദേശപ്രകാരം ഫിലിപ്പ് അതിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ഫിലിപ്പ് മെരാൻഡൻ എഴുതിയ നാഷണൽ കൺഫ്യൂഷനില് 28 ആർട്ടിക്കിൾസ്, ചെറിയ അധ്യായങ്ങളുണ്ട്, വകുപ്പുകളുണ്ട്. അത് 7ാമത്തെ വകുപ്പ് സഭയെ കുറിച്ചാണ്. വാട്ട് ഈസ് ചർച്ച് എന്നാണ്. എന്താണ് സഭയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? ചർച്ച് ഈസ് ദി അസംബ്ലി ഓഫ് ബിലീവേഴ്സ് where the word of God is truly preached and the holy sacraments are rightly administered എന്ന് എഴുതിയിരിക്കുന്നത്. സഭ എന്നത് ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി സത്യമായി പ്രസംഗിക്കപ്പെടുകയും വിശുദ്ധ സാക്രമെന്റുകൾ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കപ്പെടുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടം. The church is the assembly of believers. വായിക്കുമ്പോൾ church is the body of Christ. സഭ എന്നത് ക്രിസ്തുവിന്റെ ശരീരം എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് സഭ തീർച്ചയായിട്ടും വളർന്നേ മതിയാകും. യേശുവാണ് സഭയുടെ തല.
അതുകൊണ്ട് ഈ ഒരു സഭ എങ്ങനെ വളർന്നു? അതിന്റെ കാരണക്കാരൻ അത് പ്രവർത്തിച്ചവരല്ല. എഴുതിയിരിക്കുന്നത് ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വഴിമാറാക്കിയത് എന്ന്. ദൈവമാണ് സഭയെ വളർത്തുന്നത്, കർത്താവാണ് സഭയെ വളർത്തുന്നത്. കാരണം സഭ കർത്താവിന്റെ ശരീരം. Then what is our responsibility? Each and every member of the church, the body of Christ Jesus, has a responsibility towards church. കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങളായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. ആ വളർച്ചയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹ നിർമ്മാണം എന്ന. നമുക്ക് എല്ലാവർക്കും വലിയൊരു പങ്കുണ്ട്. യേശുവിന്റെ ശരീരമാകുന്ന സഭയെ വളർത്തിക്കൊണ്ട് വന്നേ പറ്റും. എങ്ങനെ വളർത്തുവാൻ സാധിക്കും? പെന്തക്കോസ്തിന് ശേഷം ആദ്യ ക്രിസ്തീയ സഭ വളരെ പെട്ടെന്ന് ഭയങ്കര സ്പീഡായിട്ട് വളർന്നു എന്ന് Acts of the Apostles chapter 2 verses 37 to 42 വായിച്ചത് മനസ്സിലാക്കാം. ഞാൻ ആദ്യം വിചാരിച്ചത് കുറച്ച് പറയുന്നത് വായിപ്പിക്കണമെന്നാണ്. വളരെ ലേറ്റായി പോയി ഇന്ന് വായിപ്പിച്ച് പ്രശ്നമാക്കുന്നില്ല. വീട്ടിൽ പോയി ഇന്ന് വായിച്ചു നോക്കുക. അപ്പോസ്തലരുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 37 മുതൽ 42 വരെയും തുടർന്ന് 46 വരെ ഭാഗം വായിക്കുമ്പോൾ അവിടെ സഭയുടെ വളർച്ചയുടെ പ്രധാനമായ ചില കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കമായിട്ട് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആദ്യമായിട്ട് പറയുന്നത് സഭ വളർന്നു. കാരണം അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്നാണ്. ആദ്യ ക്രിസ്തീയ സഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. They listened to the word of the apostles. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർക്ക് സ്വന്തമായ ഒരു ഉപദേശവുമില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ഉപദേശം അത് തന്നെയാണ്. അത് തന്നെയാണ് പെന്തക്കോസ്തിന് ശേഷം പത്രോസും ശേഷം ശിഷ്യന്മാരും പറഞ്ഞത്. ഞങ്ങൾക്ക് മറ്റൊന്നിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ഒന്നിനെ പ്രസ്താവിക്കാനുള്ളൂ. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നസ്രായ യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തിപ്പിച്ചു. അവനിൽ നിങ്ങൾക്ക് മാനസാന്തരവും പാപമോചനവും ഉണ്ട്. അതിന് ഞങ്ങൾ സാക്ഷികൾ. ഞങ്ങൾക്ക് വേറെ ഒന്നും പറയുവാനില്ല. യേശു ക്രിസ്തുവിനെ, ക്രിസ്തുവിന്റെ വചനത്തിൽ വേറെ ഞങ്ങൾ പറയുവാനില്ല. അതുകൊണ്ടായിരിക്കാം ഒന്നുകൂടി 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 18-ാം വാക്യത്തില് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്തു പോകും, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവത്തിന്റെ ശക്തി എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ സഭ വളരണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വചനത്തിൽ അതിന് ഒന്നാമത്തെ പറയുന്നത് ഞാൻ കമ്പനി ഉപയോഗിക്കുന്ന ചുരുക്കത്തിൽ സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം വചനം. വചനത്തെ കുറിച്ച് മനോഹരമായ പാട്ടുകളുണ്ട്. പാഠം നിർത്തിയില്ലേപ്പോ യോഹന്നാൻ സുവിശേഷം തുടങ്ങുന്നത് വചനത്തെ കുറിച്ചാണ് അല്ലേ? ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം 14-ാം വാക്യത്തില് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത ആ വചനം യേശു എന്ന വചനം. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന പാപമോചനത്തിന്റെ വചനം, ക്രിസ്തുവിന്റെ ക്രൂശിയ കഷ്ടപ്പാടിന്റെ മരണത്തിലൂടെ എനിക്ക് നിങ്ങൾക്കായി സമ്പാദിച്ചിരിക്കുന്ന വീണ്ടെടുപ്പിന്റെ വചനം, നിത്യജീവന്റെ വചനം. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ധാരാളം പേർ കൂടെ ഉണ്ടായിരുന്നു. അത് പങ്കുചേരുവാൻ ധാരാളം പേർ ഉണ്ടായിരുന്നു. കുറച്ചു കാലം ഇത് മനസ്സിലാക്കിയിട്ട് യേശു അത്ഭുതങ്ങൾ
പ്രവർത്തിക്കാത്ത ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുറകെ വന്നവരെല്ലാം വിട്ടുപോയി. ധാരാളം പേർ യേശുവിനെ വിട്ടുപോയി. അവർക്ക് യേശുവിന്റെ വചനം വേണം. യേശു ചെയ്യുന്ന സൗഖ്യവും മറ്റ് അത്ഭുത പ്രവൃത്തികളും കണ്ട് ആനന്ദിക്കണം. അത് അനുഭവിച്ചറിയണം. അല്ലാതെ വചനം വേണം. അവർ വിട്ടുപോയി. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വിട്ടുപോകുമോ എന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, കർത്താവേ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ പോകണ്ട. നിന്റെ പക്കൽ എന്തുണ്ട്? ആർക്ക് പിടിപ്പിക്കാൻ? നിന്റെ പക്കൽ നിത്യ ജീവന്റെ വചനങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ അവൻ നോക്കുക. അല്ലേ? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു എന്നാണ്. സഭയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനം. ഇതാണ് മാർട്ടിൻ ലൂതർ ഉയർത്തിപ്പിടിച്ചത്. 1518 ഒക്ടോബർ മാസം 31-ാം തീയതി ജർമ്മനിയിലെ വിദ്യാഭ്യാസ ദൈവാലയത്തിന്റെ ഫ്രണ്ട് വാതിലിൽ 95 നവസിദ്ധാന്തങ്ങൾ എഴുതി ഒട്ടിച്ച് അന്നത്തെ സഭയിൽ ഭയങ്കരമായ നവീകരണം ഉണ്ടാക്കുവാൻ പ്രേരിപ്പിച്ച പ്രധാനമായ ഒരു കാര്യം ദൈവത്തിന്റെ വചനം.